മഹാരാഷ്ട്രയിൽ മഹായുതിക്ക് മികച്ച വിജയം. അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യത്തിന് ആദ്യ പ്രതികരണവുമായി മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയും ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും 128 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച രാജ് താക്കറെയുടെ ഏക എംഎൽഎയും പരാജയപ്പെട്ടതോടെ ഒരു സീറ്റ് പോലുമില്ലാതെ തെരഞ്ഞെടുപ്പിൽ നിഷ്പ്രഭമായി. മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യത്തിന് മികച്ച വിജയം. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ, ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസ്, അജിത് പവാർ, മന്ത്രിമാരായ ഛഗൻ ഭുജ്ബൽ, രവീന്ദ്ര ചവാൻ കൂടാതെ എംവിഎ നേതാക്കളായ ആദിത്യ താക്കറെ, നാനാ പട്ടോലെ തുടങ്ങിയ പ്രമുഖർ വിജയിച്ചു. അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യത്തോട് മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിയുടെയും ആദ്യ പ്രതികരണം ഇതാണ്. मुख्यमंत्री पद हे कुठल्या निकषावर नाही. मुख्यमंत्री पद तीनही पक्षाचे नेते एकत्रित बसून ठरवतील. മുന്നണി നേതാക്കളുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് ഇരു നേതാക്കളും പ്രതികരിച്ചത്. അതേസമയം സൗജന്യാനുകൂല്യങ്ങൾ ഫലം കണ്ട സന്തോഷത്തിലാണ് മഹായുതി നേതാക്കൾ. लाडली बहनों ने तो बहुत आशीर्वाद हमको दिया है, जिसके कारण हम लोग निश्चित रूप से एक अच्छा विजय यहाँ पर संपन्न कर पाए. लाडकी बहीण योजना आणि शासन आपल्या दारी. അതേസമയം മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വിലാസം നഷ്ടമായി. രാജ് താക്കറെയുടെ മകൻ അമിത് താക്കറെ അടക്കം MNSന്റെ ഏക MLA ആയ രാജു പാട്ടീലും കനത്ത പരാജയം നേരിട്ടതോടെ 128 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച രാജ് താക്കറെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിഷ്പ്രഭമായി. വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പ്രകടമായിരുന്നത്. അവസാന റൗണ്ടുകളിൽ മഹായുതി സഖ്യം വലിയ മുന്നേറ്റം നടത്തി മാജിക് ഫിഗർ കടന്നതോടെ ബദൽ നീക്കങ്ങൾക്കും സാധ്യത മങ്ങി. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.